IAS തലപ്പത്തെ സ്ഥലം മാറ്റത്തിലെ ഭിന്നതകൾക്കിടെ സംസ്ഥാന മന്ത്രിസഭായോഗം ഇപ്പോൾ ചേരുകയാണ്. വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകാനുള്ള വകുപ്പ് തല റിപ്പോർട്ട് പരിഗണിക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകും. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കാം? രമേശ, ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറ്റ ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാബിനറ്റാണ് ഇപ്പോൾ ചേരുന്നത്. അല്പസമയം മുൻപ് 11-ഓടുകൂടി ക്യാബിനറ്റ് ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും ക്യാബിനറ്റിന്റെ അജണ്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. UDF പ്രകടന പത്രികയിലും ഇന്ദിരാഗാന്ധിയിലും ഊന്നിയാവും നയപ്രഖ്യാപനം. വെള്ളിയാഴ്ചയാണ് ഗവർണർ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുക. ഈ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകുന്നതിനാലും അതേപോലെ പൊതു അവധി വരുന്നതിനുമാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിട്ടുള്ള KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര. അതിൽ KSRTC മാനേജ്മെന്റ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ എത്തുന്നുണ്ട്. പ്രായ വരുമാന പരിധിയില്ലാത്ത സൗജന്യ യാത്രയാണ് പരിഗണിക്കുന്നത്. മാത്രവുമല്ല, ഇത് സംബന്ധിച്ച എത്രത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകും, മാത്രവുമല്ല KSRTCക്ക് അധികമായി നൽകേണ്ട ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കും എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് ഈ IAS ഉദ്യോഗസ്ഥരുടെ കഴിഞ്ഞ ദിവസത്തെ സ്ഥലം മാറ്റമായിരുന്നു. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് അറിയാതെ, വ്യവസായ വകുപ്പ് മന്ത്രി അറിയാതെയൊക്കെ നടത്തിയിട്ടുള്ള ആ സ്ഥലം മാറ്റത്തിൽ കാര്യമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഏതെങ്കിലും തരത്തിൽ മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാർ പ്രകടിപ്പിക്കുമോ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ നടപടിയിൽ മന്ത്രിമാർ യോഗത്തിൽ അതൃപ്തി അറിയിക്കുമോ എന്നൊക്കെയുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മറ്റു ചില വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ വരുന്നുണ്ട്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.